റമദാനിന് വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ റമദാനെ വരവേൽക്കാൻ നിൽക്കുമ്പോഴും കോവിഡ് വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റമദാൻ മാസത്തിൽ പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് UAE ദേശീയ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ എമിറേറ്റുകളിലെ ഭരണകൂടങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിനു പുറമെയാണ് ദുരന്ത നിവാരണ സമിതി രാജ്യത്തൊട്ടാകെയുള്ള നിയന്ത്രണങ്ങൾ വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തിറക്കിയത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സമിതി നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. Gulf Malayaly Expat News powered by Nice Water Qatar. ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ ഒഴികെയുള്ളവർ ഇഫ്താറുകൾ നടത്തരുതെന്നാണ് പ്രധാന നിർദ്ദേശം. അതേസമയം മജ്‌ലിസുകൾ പാടില്ല. താമസ സ്ഥലങ്ങളിൽ ഇഫ്താർ ഭക്ഷണ പൊതികൾ എത്തിക്കുന്നത് അനുവദിക്കില്ല. അയൽക്കാരുമായി ഭക്ഷണം പങ്കിടരുത് എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അതോടൊപ്പം ഇഫ്താർ ടെന്റുകൾ അനുവദിക്കുകയില്ല. പള്ളികളിൽ ഭക്ഷണം നൽകരുതെന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നാൽ സ്ഥാപനങ്ങൾക്ക് ലേബർ ക്യാമ്പുകളിൽ ഭക്ഷണം നൽകാവുന്നതാണ്. എന്നാൽ റെസ്റ്റോറന്റുകളുമായും ക്യാമ്പ് മാനേജറുമായും ബന്ധപ്പെട്ട് വേണം ഇത് നടപ്പിലാക്കേണ്ടത്. അതോടൊപ്പം സാമൂഹ്യ അകലം പാലിച്ച് തുറസായ സ്ഥലത്തായിരിക്കണം ഭക്ഷണപ്പൊതി വിതരണം ചെയ്യേണ്ടത്. അതേസമയം റെസ്റ്റോറന്റുകളുടെ ഉള്ളിലും മുൻവശത്തും ഇഫ്താർ ഭക്ഷണ വിതരണം അനുവദിക്കുകയില്ല. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചാവണം ഭക്ഷണം തയ്യാറാക്കേണ്ടത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പാക്കറ്റുകളിലായിരിക്കണം ഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രദ്ധിക്കണം. യാചകരെ കണ്ടാൽ അധികൃതരെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ റമദാനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കുറി നിരവധി ഇളവുകളുണ്ട്.